തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അട്ടിമറിക്കാൻ പല രീതിയിലുള്ള സൂത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങിക്കൊണ്ട. BJP ജയിച്ചേക്കും, അതുകൊണ്ട് വോട്ട് എനിക്ക് കുത്തിക്കുമെന്നായിരുന്നു UDFൻ്റെ പ്രധാനപ്പെട്ട പ്രചരണം. എപ്പം? ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്. അങ്ങനെ കഴിഞ്ഞവളെ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടാനുള്ളൊരു സൂത്രം തുടർന്ന് വരുമ്പോഴാണ് ഞങ്ങളതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച്. അതാണ് ശശി തരൂരിന് എന്നോടുള്ള ഏറ്റവും വലിയ വിരോധം. ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, ഞാനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരത്തിന് ഇയാൾക്കെന്താ കാര്യം? ജനാധിപത്യത്തിൻ്റെ ബാലപാഠം അറിയുന്ന ഒരാൾ പറയുന്ന വാക്കല്ലത്. ബാലപാഠം അറിയുന്ന ആൾ, ലോകത്തോളം അറിവുള്ള ഒരാൾ, ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട ആൾ, വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന ആൾ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനമൊന്നും കുറവേ ഇല്ല. പക്ഷെ അദ്ദേഹം കൊച്ചുകുട്ടികൾ പറയാത്ത ഇത്രയും മോശമായൊരു പ്രതികരണം, രാഷ്ട്രീയത്തിൽ ആ പ്രതികരണം ഒരിക്കലും ആർക്ക് യോജിച്ചതല്ല. ഞാൻ അന്നേ പറഞ്ഞു, അതിൽ ആരെങ്കിലും അഹങ്കാരത്തിൻ്റെ ശബ്ദം ആർക്കെങ്കിലും തോന്നിയെങ്കിൽ കുറ്റം പറയരുത്. അഹങ്കാരമല്ല അത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണത്. കാരണം നമ്മൾ തീരുമാനിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികൾ പലതും മാറി ഉണ്ടാവും. ആ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും, ബാക്കിയുള്ള ആളുകൾ തോക്കൂലേ? ഇയാൾ ആര് എന്ന് ചോദിക്കുന്നതിനർത്ഥം എന്താ? ഇപ്പോഴും സംഭവം മനസ്സിലായി. അയാളെ തുടർന്ന് ഇപ്പോൾ പറയാന്ന്, പന്നിയൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ്. ശശി തരൂർ എന്ന് പറയുന്ന ആൾക്ക് എന്നെപ്പറ്റി അറിയില്ലായിരിക്കും. ഞാൻ 2005 ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തിന് മുമ്പേ പാർലമെൻറ്റിലെത്തിയ ആളാണ്. അദ്ദേഹത്തിന് മുമ്പേ പാർലമെൻറ്റിൽ ചെല്ലുകയും ആദ്യമായി പാർലമെൻറ്റിൽ ചോദ്യത്തിൽ കൂടി 2000 കോടി നമ്മളെ സെക്കൻഡ് ടെർമിനലിന് വേണ്ടി വാങ്ങിയ ആളാണ് ഞാൻ. അന്ന് വന്ന പത്രവാർത്തയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഇയാൾക്കെങ്ങനെയാണ് ധൈര്യം വന്നത്? ധൈര്യം വന്ന് എങ്ങനെയാണ് ജയിക്കുമെന്ന് പറയാൻ? അങ്ങനെ ഒരാൾ, ഞാനാണ് എല്ലാത്തിലും കേമൻ, എന്നെ തോൽപ്പിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ അത് പച്ച മലയാളത്തിൽ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എനിക്കത് വലിയ വിഷയമല്ല. എന്നെ അറിയേണ്ട ആൾ എന്നെ അറിയും. എന്നെ അറിയേണ്ട ആൾ എന്നെ നല്ലോണം അറിയും. അദ്ദേഹത്തെ അറിയേണ്ട ആളും നല്ലോണം അറിയും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 3 സ്ഥാനാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നല്ലത്. ആരോപണം ഉന്നയിച്ചാൽ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും വഴി നടക്കാൻ കഴിയില്ല. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് പറയണ്ട എന്ന് തീരുമാനിച്ചാൽ, ഞാൻ ഒരു നീതിബോധം നിലനിൽക്കുന്നതുകൊണ്ട് ഞാനത് പറയില്ലെന്ന് തീരുമാനിച്ചതാണ്. ഇനിയും പറയുന്നില്ല, അതല്ല വിഷയം. പക്ഷെ ആ പറയുന്നത് ഒരു സാധാരണ കാര്യമാണത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെക്കുറിച്ച് ഇയാൾക്ക് ഇങ്ങനെ ജയിക്കുമെന്ന് പറയാൻ ധൈര്യം വന്നു? എന്താണിത്? ഒരു സ്വകാര്യ സ്വത്താണോ ഇത്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞല്ലോ, വോട്ടിൻ്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ. ആ പറഞ്ഞതൊന്നും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വലിയ ദുഃഖം തോന്നിയൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി. തിരുവനന്തപുരത്തെ പത്രമാധ്യമ സുഹൃത്തുക്കളും ഞാനുമായി നല്ല ബന്ധമാണ്, ഇപ്പോൾ അങ്ങനെ നല്ല ബന്ധമാണ്. എന്നാൽ നിർഭാഗ്യത്തിന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണ തിരുവനന്തപുരത്ത് കണ്ട പ്രതിഭാസം നമ്മുടെ നാട്ടിലെ പത്രപ്രവർത്തന രംഗത്തിന് അതൊരു പാട് തന്നെയാണ്, മാറാത്ത പാടാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു 2 ആഴ്ചക്കാലത്തേക്ക്, 2 ആഴ്ചയല്ല, ഒരു 10 ദിവസക്കാലത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളിവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് വരെയുള്ള കാലത്ത് പത്രങ്ങളെല്ലാം
ഏതാണ്ട് കൊടുത്തിരുന്നു. അത് വാർത്തകൾ കൊടുക്കുന്ന ഏതാണ്ടെല്ലാം കൊടുത്തിരുന്നു. അദ്ദേഹം വന്ന് ഇങ്ങ് ഇറങ്ങിയപ്പം പിന്നെ പത്രങ്ങൾ മുഴുവൻ അങ്ങോട്ടാണ്. പണത്തിൻ്റെ ചാക്ക് കണ്ടാൽ മയങ്ങുന്നതാണോ നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഈ തലസ്ഥാനത്തിൻ്റെ പാരമ്പര്യം? ആണോ? സ്വദേശാഭിമാനിയുടെ പാരമ്പര്യമില്ലേ?